വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോൾ ആ ഡേറ്റ റെപ്രസെൻറ്റേഷനിൽ പലതരത്തിലുള്ള ഡേറ്റാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻറ്റിജേഴ്സ് ഉണ്ടാവും, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഇൻറ്റിജേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇൻറ്റിജേഴ്സിനെ എങ്ങനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ ഇൻറ്റിജേഴ്സിനെ തന്നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് അല്ലാതെ വേറെയും ചില മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ആ മെത്തേഡുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് ഇൻറ്റിജേഴ്സിനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡുകൾ അല്ലാതെ വേറെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കുന്നത്. അപ്പോൾ ആ മെത്തേഡുകളിൽ എങ്ങനെയാണ് ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കും. അതോടൊപ്പം ഇൻറ്റിജേഴ്സ് അല്ലാത്ത ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ, അതായത് ഫ്രാക്ഷണൽ പാർട്ട് കൂടി വരുന്ന നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളിൽ മറ്റൊരു മെത്തേഡാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് അല്ലാത്ത വേറൊരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ? ഈ മെത്തേഡിനകത്ത് ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ഫൈൻഡ് ബൈനറി ഇക്വിവാലൻറ്റ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻറ്റിജർ. അപ്പം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഇൻറ്റിജർ നമ്പർ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ആ സൈൻ ഇല്ലാതെ ആ വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. ഫസ്റ്റ് ഫൈൻഡ് ദ ബൈനറി ഇക്വിവാലൻറ്റ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻറ്റിജർ. അതായത് സൈൻ ഇല്ലാതെ അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ 8 ബിറ്റുകളുടെ കേസാണ് എടുക്കുന്നത് അല്ലേ. വേർഡ് ലെങ്ത് 8 ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി കണ്ടുപിടിക്കുമ്പോൾ അത് 8 എണ്ണം ഇല്ല എങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ആദ്യം സീറോസ് ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റാക്കി മാറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. അതായത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. ആ ബൈനറി 8 ബിറ്റ് ഇല്ല എങ്കിൽ അതിനാദ്യം സീറോസ് ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റാക്കി മാറ്റും. ഇനി വൺസ് കോംപ്ലിമെൻ്റ് മെത്തേഡിൽ ഒരു ബൈനറി നമ്പർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആ നമ്പർ പോസിറ്റീവാണ് എങ്കിൽ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതല്ല, ആ നമ്പർ നെഗറ്റീവാണ് എങ്കിൽ അതിനെ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്നുള്ളത് നമ്മൾ അറിയണം. എന്താണ് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് ചോദിച്ചാൽ, ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് എല്ലാം സീറോസ് വെച്ചും സീറോസ് എല്ലാം വൺസ് വെച്ചും റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. അതായത് 100 എന്ന ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 011 ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ സീറോസ് എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറിനെ നമുക്ക് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ ആദ്യം എന്ത് ചെയ്യും? ബൈനറിയാക്കി മാറ്റും. ബൈനറിയാക്കി മാറ്റുമ്പോൾ നമുക്ക് വേർഡ് ലെങ്ത് 8 ആണ്. 8 ഇല്ല എങ്കിൽ 5 എണ്ണമേ വന്നോളൂ. ചില നമ്പറിനെ ഇപ്പോൾ 8 ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. 8 നമ്മൾ ബൈനറി ആക്കുമ്പോൾ എന്തെന്ന് കിട്ടും? 8 എങ്ങനെ ബൈനറി ആക്കുന്നത്? 1000 എന്ന് കിട്ടും അല്ലേ. അതിൽ 4 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 8 ബിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം 4 സീറോയും കൂടെ ആഡ് ചെയ്ത് 00001000 എന്നാക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അങ്ങനെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവാണ് എങ്കിൽ
ആ നമ്പറിൻ്റെ ഒറിജിനൽ ബൈനറി ഫോം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതല്ല ആ നമ്പർ നെഗറ്റീവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ബൈനറി ഫോമിൻ്റെ എന്ത് കണ്ടുപിടിക്കും? വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. ആ വൺസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. അപ്പോൾ ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദെയർ ഒറിജിനൽ ബൈനറി ഫോം ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദെയർ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിലും നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനെ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ വൺസ് എല്ലാം സീറോസ് ആക്കുക, സീറോസ് എല്ലാം വൺസ് ആക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ വെച്ച് ആദ്യം നമ്മൾ അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. ബൈനറിയിൽ 8 എണ്ണം ഇല്ലെങ്കിൽ എത്ര എണ്ണമാണോ കുറവ് അത്രയും സീറോസ് ആദ്യം ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കണം. എന്നിട്ട് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെയാണ് റെപ്രസെൻറ്റേഷൻ. അതല്ല നെഗറ്റീവ് ആണെങ്കിലോ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. റെപ്രസെൻറ്റ് -119 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. നമുക്ക് -119നെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. -119നെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? ആദ്യം അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടുത്തെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 119. അപ്പം 119നെ ബൈനറി ആക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ സൈഡിലേക്ക് എഴുതി നിങ്ങൾ 119ൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 1110111 എന്ന് കിട്ടും. 1110111 എന്ന് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു 8 ബിറ്റ് ഇല്ല എങ്കിൽ ആദ്യം 0 ചേർത്ത് 8 ബിറ്റ് ആക്കണം. ഇവിടെ എത്ര ബിറ്റേ ഉള്ളൂ? 7 ബിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം ഒരു 0 കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 8 ബിറ്റാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ആൻസറിൽ എഴുതിയിരിക്കുന്നത് പോലെ ബൈനറി ഓഫ് 119 ഇൻ 8 ബിറ്റ് ഫോം. അപ്പോൾ ആദ്യം ഒരു 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 01110111 എന്ന് കിട്ടും തന്നല്ലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ബൈനറി ആക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ബൈനറി ആക്കിയതിന് ശേഷം നമ്മളതിൽ 8 ബിറ്റ് ഇല്ല എങ്കിൽ 8 ബിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സീറോസ് ആഡ് ചെയ്യണം. അങ്ങനെ സീറോസ് കൂടി ആഡ് ചെയ്ത് 8 ബിറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 8 ബിറ്റ് ബൈനറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് നമുക്ക് ചെയ്യാൻ അറിയാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ 2 വെച്ച് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്ത് ബൈനറി ആക്കുക. 8 ബിറ്റ് ഇല്ല എങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? സീറോസ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പർ നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? പോസിറ്റീവ് നമ്പേഴ്സ് ഒറിജിനൽ ബൈനറി ഫോമിലും നെഗറ്റീവ് നമ്പേഴ്സ് വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന 8 ബിറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും? 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറി എത്രയാ? 0111 0111 ആണ്. അപ്പോൾ അതിനെ വൺസ് കോംപ്ലിമെൻറ്റിലാക്കുമ്പോഴോ 1000 1000 ബേസ് 2. ഇതാണ് -119ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. അപ്പം നമുക്കൊരു നമ്പർ തന്നാൽ ആദ്യം അതിനെ ബൈനറി ആക്കുക. 8 ബിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. 8 ബിറ്റ് ഇല്ലെങ്കിൽ 8 ബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര 0 ആദ്യം ആഡ് ചെയ്യണമെന്നുള്ളത് നോക്കുക. അത്രയും 0 ആഡ് ചെയ്തതിന് ശേഷം നമ്പർ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയത് തന്നെയാണ് റെപ്രസെൻറ്റേഷൻ. കാരണം ഒറിജിനൽ ബൈനറി ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അതല്ല ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിലോ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അതായിരിക്കും റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. അപ്പം നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കി. റെപ്രസെൻറ്റ് +119 ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം. നമ്മൾ -119 ചെയ്തത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? +119 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ 119നെ ബൈനറി ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 111011 എന്ന് കിട്ടും. 8 ബിറ്റ് ആക്കാൻ വേണ്ടി 7 ബിറ്റേ ഉള്ളായിരുന്നു. അതിനെ 8 ബിറ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു 0 ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കും. അപ്പോൾ 0111 ബേസ് 2 എന്ന് കിട്ടും. അതാണ് ഒറിജിനൽ ബൈനറി ഫോം. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഒറിജിനൽ ബൈനറി ഫോമിൽ തന്നെയല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ +119നെ എങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും? 0111 ബേസ് 2. എന്തുകൊണ്ടാണ് അത് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാത്തത്? പോസിറ്റീവ് നമ്പേഴ്സിനെ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിലും നെഗറ്റീവ് നമ്പേഴ്സിനെ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോമിലും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ച ഒറിജിനൽ ബൈനറി ഫോം തന്നെ ഉപയോഗിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് പഠിച്ചു. അതേപോലെയുള്ള മറ്റൊരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. ഈ മെത്തേഡിനകത്ത് നമ്മൾ നമ്മുടെ നമ്പറിൻ്റെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ബൈനറി ഫോം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ബൈനറി ഫോം കണ്ടുപിടിക്കും. ബൈനറി ഫോം കണ്ടുപിടിച്ചിട്ട് 8 ബിറ്റ് ഇല്ല എങ്കിൽ ആവശ്യമായിട്ടുള്ള സീറോസ് കൂടി ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കും. അപ്പോൾ 8 ബിറ്റ് ഇല്ല എങ്കിൽ ആവശ്യമായിട്ടുള്ള സീറോസ് ആഡ് ചെയ്ത് അതിനെ എന്താക്കും? 8 ബിറ്റ് ആക്കും. എന്നിട്ട് നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കും. നമ്പർ പോസിറ്റീവാണ് എങ്കിൽ നേരത്തെ പോലെ തന്നെ അത് ഒറിജിനൽ ബൈനറി ഫോമിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യും. അതല്ല നമ്പർ നെഗറ്റീവാണ് എങ്കിൽ അതിനെ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലും റെപ്രസെൻ്റ് ചെയ്യും. എന്താണ് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ മെത്തേഡിനകത്ത് നേരത്തെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. 8 ബിറ്റ് ഇല്ല എങ്കിൽ ആദ്യം സീറോസ് ആഡ് ചെയ്ത് വേണ്ട സീറോസ് ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കും. എന്നിട്ട് നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കും. നമ്പർ പോസിറ്റീവാണ് എങ്കിൽ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിലും, അതല്ല നമ്പർ നെഗറ്റീവാണ് എങ്കിൽ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ബൈനറി ഉണ്ടാക്കുക, എന്നിട്ട് 8 ബിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. 8 ബിറ്റ് ഇല്ല എങ്കിൽ ആദ്യം സീറോസ് ആഡ് ചെയ്ത് 8 ബിറ്റ് ആക്കുക. നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒറിജിനൽ ബൈനറി ഫോമിൽ, അല്ല നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിൽ. അപ്പോൾ എന്താണ് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം എന്നും എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം കണ്ടുപിടിക്കേണ്ടതെന്നും നമുക്കറിയണം. നമുക്ക് അടുത്തതായിട്ട് അത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ്, ഒരു ബൈനറി നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം? 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ബൈനറി നമ്പറിനെ വിളിക്കുന്ന പേരാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. Let us find the two's complement of 10101. 10101ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 10101ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. 10101ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 1 എല്ലാം 0 ആക്കുക, 0 എല്ലാം 1 ആക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? 10101ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 01010 ആണ് അല്ലേ?
അത് നമുക്കറിയാം. നമ്മൾ 1 എല്ലാം 0 വെച്ചും 0 എല്ലാം 1 വെച്ചും റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം കിട്ടിയ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 0 1 0 1 0യുടെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ഉം 0യും കൂടെ കൂട്ടുമ്പോൾ 1. പിന്നെ അങ്ങോട്ട് കൂട്ടാറുണ്ടോ? ഇല്ല. അപ്പം 1 0 1 0 ഇങ്ങോട്ട് കൂട്ടി വരുന്നത്. അപ്പം നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി? 0 1 0 1 1 ബേസ് 2 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ 2's കോംപ്ലിമെൻറ്റ്. 1 0 1 0 1ൻ്റെ 2's കോംപ്ലിമെൻറ്റ് എത്രയാ? 0 1 0 1 1. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചത്? ആദ്യം നമ്മുടെ നമ്പറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. റെപ്രസെൻറ്റ് -38 ഇൻ 2's കോംപ്ലിമെൻറ്റ് ഫോം. -38നെ 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ -38നെയാണ് 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 38ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ബൈനറി കണ്ടുപിടിക്കണം. അപ്പോൾ 38ൻ്റെ ബൈനറി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബൈനറി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 0 0 1 1 0. എത്ര ബിറ്റുണ്ട്? 6 ബിറ്റേ ഉള്ളൂ. 8 ബിറ്റ് വേണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആദ്യം 2 0യും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന 38നെ ആദ്യം ബൈനറി ആക്കുക. അപ്പോൾ 1 0 0 1 1 0 എന്ന് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 2 0യും കൂടെ ആഡ് ചെയ്ത് 8 ബിറ്റ് ആക്കും. ഇവിടെ -38 ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2's കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Negative numbers are represented in their 2's complement form and positive numbers are represented in their original binary form എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം -38 ആയതുകൊണ്ട് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? എന്ത് കണ്ടുപിടിക്കണം? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് കിട്ടും? 1's കോംപ്ലിമെൻറ്റ് എഴുതണം. അപ്പം നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ബൈനറി എത്രയാ? 0 0 1 0 0 1 1 0 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കും അല്ലേ? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതും? 1 1 0 1 1 0 0 1. നമുക്ക് എന്ത് കിട്ടി? 1's കോംപ്ലിമെൻറ്റ് കിട്ടി. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിരിക്കുന്ന കണ്ടോ? 1 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡിഷൻ പഠിച്ചിട്ടുണ്ട്. 1 + 1 0 വിത്ത് ക്യാരി 1 എന്ന് വരും. ആ 1ഉം 0യും കൂടെ 1 ആകും. പിന്നെ നമുക്ക് കൂട്ടാനുണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കിയുള്ള ഡിജിറ്റുകൾ അതേപോലെ തന്നെ അങ്ങ് എഴുതുക. അപ്പോൾ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടി. എത്രയാ? 1 1 0 1 1 0 1 0. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം നമ്മുടെ 38നെ ബൈനറി ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 0 0 1 1 0 എന്ന് കിട്ടി. ഇനി അതിന് 8 ബിറ്റ് ഇല്ല, 6 ബിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ആദ്യം 2 0യും കൂടെ ആഡ് ചെയ്ത് അതിനെ എത്രയാക്കി? 8 ബിറ്റ് ആക്കി. ഇനി നമ്മൾ നമ്പർ നോക്കിയപ്പോൾ നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1 1 0 1 1 0 0 1 ആണ്. അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. അങ്ങനെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 1 ആഡ് ചെയ്തത്. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 1 0 1 1 0 1 0 എന്ന് കിട്ടി. 1 1 0 1 1 0 1 0 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. +38നെ എങ്ങനെ 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും? അപ്പോൾ +38 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ 38ൻ്റെ ബൈനറി കണ്ടുപിടിക്കും.
ബൈനറി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 001001110 എന്ന് കിട്ടും. ഇനി അങ്ങനെ കിട്ടുമ്പോൾ അതിന് എത്ര ബിറ്റാണ് ഉള്ളത്? എത്ര ബിറ്റാ? 6 ബിറ്റാണുള്ളത് അല്ലേ? ഈ 6 ബിറ്റിൻ്റെ കൂടെ ആദ്യം 2 സീറോയും കൂടി ആഡ് ചെയ്ത് നമ്മളതിനെ എത്ര ബിറ്റാക്കും? 8 ബിറ്റ് ആക്കും. അപ്പോൾ 6 ബിറ്റിൻ്റെ കൂടെ 2 ബിറ്റും കൂടെ ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റാക്കും. അപ്പോൾ 001001110 എന്നുള്ളതാണ് ആ 8 ബിറ്റ് ഫോം. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും. പോസിറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദെയർ ഒറിജിനൽ ബൈനറി ഫോം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 001001110 എന്ന് തന്നെ അങ്ങ് എഴുതും റെപ്രസെൻറ്റേഷനിൽ. കാര്യം എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ളത് ടൂസ് കോംപ്ലിമെൻ്റ് മെത്തേഡിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദെയർ ഒറിജിനൽ ബൈനറി ഫോം ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദെയർ ടൂസ് കോംപ്ലിമെൻ്റ് ഫോം. പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിൽ തന്നെ എഴുതിയാൽ മതി. നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതുള്ളൂ? അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഇവിടെ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ബൈനറി ഫോമിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് 2 പാർട്ടുണ്ടല്ലേ? ഇൻറ്റിജർ പാർട്ടും വരും, ഫ്രാക്ഷണൽ പാർട്ടും വരും. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടുണ്ട്, ആൻ ഇൻറ്റിജർ പാർട്ട് ആൻഡ് എ ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജർ പാർട്ടും വരും, ഫ്രാക്ഷണൽ പാർട്ടും വരും. അപ്പോൾ ഈ റിയൽ നമ്പറിനെ നമ്മളൊരു സ്പെഷ്യൽ നൊട്ടേഷൻ വെച്ചാണ് കാണിക്കുന്നത്. നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എഴുതുന്നത്. ആ രീതിയെ നമ്മൾ വിളിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷൻ എന്നാണ്. എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷൻ? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷൻ എന്നാണ്. എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷൻ? അങ്ങനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷനിൽ എഴുതുന്ന ഈ നമ്പറുകൾക്ക് 2 പാർട്ടുകളുണ്ടാവും. അതിൽ ഒരു പാർട്ടിനെ നമ്മൾ മാൻഡിസ എന്നും മറ്റേ പാർട്ടിനെ എക്സ്പോണൻ്റ് എന്നും വിളിക്കും. ഒരു പാർട്ടിനെ മാൻഡിസ എന്നും മറ്റേ പാർട്ടിനെ എക്സ്പോണൻ്റ് എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നൊട്ടേഷൻ. അതിന് 2 പാർട്ടുകളുണ്ട്. ആദ്യത്തെ പാർട്ടിനെ മാൻഡിസ എന്നും രണ്ടാമത്തെ പാർട്ടിനെ എക്സ്പോണൻ്റ് എന്നും വിളിക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പർ കിട്ടിയാൽ ഇങ്ങനെ മാൻഡിസായും എക്സ്പോണൻറ്റുമായിട്ട് എഴുതുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ അവിടെ ഒരു എക്സാമ്പിൾ നോക്കി. 25.45 ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണല്ലോ, ഒരു റിയൽ നമ്പറാണല്ലോ. ഈ 75.45 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും? അതിനൊരു പ്രത്യേക തരത്തിൽ എഴുതും. കണ്ടോ, 0.2545 × 10⁻². എന്ന് എഴുതും. അതായത് ഒരൊറ്റ ഡെസിമൽ പ്ലേസ് വരത്തക്ക വിധത്തിൽ, അതായത് 0.2 എന്ന് എഴുതും. 13.45 ആയിരുന്നെങ്കിലോ 0.1345 എന്ന് എഴുതും. ഇനി 0.2545 ആയിരുന്നെങ്കിലോ പോയിൻ്റ് ആണ് എഴുതുന്നത്. അപ്പോൾ 0.25 × 10⁻⁻1 എന്ന് എഴുതിയാൽ. അപ്പോൾ ഇവിടെ 25.45 നമ്മൾ എങ്ങനെ എഴുതി? 0.2545 × 10⁻² എന്ന് എഴുതി. 0.2545 × 10⁻² എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ 10⁻² എന്നാകുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് മാറും, അത് 25.45 എന്നാവും. അവിടെ 0.2545 നമ്മൾ വിളിക്കുന്ന പേരാണ് മാൻഡിസ. അപ്പോൾ 25.45 0.2545 × 10⁻² എന്ന് എഴുതും. അവിടെ
0.2545 വിളിക്കുന്ന പേര് മാൻഡിസ എന്നാണ്. ഇനി 10⁻² എന്ന് എഴുതുന്ന പവർ ഉണ്ടല്ലോ, 2 എന്ന് പറയുന്ന പവർ, അതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്പൊണൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ 0.2545 ഇൻറ്റു 10⁻² എന്ന് എഴുതുമ്പോൾ ഇൻറ്റു 10⁻² എന്ന് എഴുതുമ്പോൾ 0.2545 വിളിക്കുന്ന പേര് മാൻഡിസ എന്നും 10⁻² എന്ന് എഴുതുന്ന 2 ആ പവറിനെ വിളിക്കുന്ന പേര് എക്സ്പൊണൻ്റ് എന്നുമാണ്. അപ്പം മാൻഡിസയും എക്സ്പൊണൻറ്റും ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണ് ഈ മാൻഡിസയെയും എക്സ്പൊണൻറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. നമ്മൾ ഇൻഡിജേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെല്ലാം 8 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള കേസാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന 32 ബിറ്റ് വേർഡ് ലെങ്തിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡിജേഴ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ അത് എഴുതാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ 8 ബിറ്റ് എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കാണിക്കേണ്ടതൊന്നുമില്ല. എങ്ങനെയാണിത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ 32 ബിറ്റ് കൺസിഡർ ചെയ്യുന്നത്. മറ്റിടത്ത് 32 ബിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, 32 ബിറ്റ് എഴുതേണ്ടി വരും. ഇവിടെ നമ്മളങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നില്ല. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ 32 ബിറ്റ് കൺസിഡർ ചെയ്യുന്നത്. 32 ബിറ്റിൽ ആദ്യത്തെ 24 ബിറ്റ് മാൻഡിസ സ്റ്റോർ ചെയ്യുന്നതിനും അടുത്ത 8 ബിറ്റ് എക്സ്പൊണൻ്റ് സ്റ്റോർ ചെയ്യുന്നതിനും വേണ്ടി എടുക്കും. അപ്പം 32 ബിറ്റിൽ ആദ്യത്തെ 24 ബിറ്റ് മാൻഡിസയ്ക്ക് വേണ്ടിയും അടുത്ത 8 ബിറ്റ് എക്സ്പൊണൻറ്റിന് വേണ്ടിയിട്ടും എടുക്കും. അപ്പോൾ 32 ബിറ്റ്, അതിൽ ആദ്യത്തെ 24 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? മാൻഡിസയ്ക്ക് വേണ്ടിയിട്ട്. അടുത്ത 8 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? എക്സ്പൊണൻറ്റിന് വേണ്ടിയിട്ട്. ഇതിൽ രണ്ടിലും ആദ്യത്തെ ബിറ്റ് സൈൻ ബിറ്റായിരിക്കും. കാരണം നമ്മുടെ മാൻഡിസയും എക്സ്പൊണൻറ്റും പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. അപ്പോൾ ഓരോ സൈൻ ബിറ്റ് വേണ്ടേ? അപ്പോൾ ആദ്യത്തെ 24 ബിറ്റിൽ ആദ്യത്തെ ബിറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സൈൻ ബിറ്റായിരിക്കും. മാൻഡിസ പോസിറ്റീവ് ആണെങ്കിൽ അത് 0യും നെഗറ്റീവ് ആണെങ്കിൽ 1ഉം ആയിരിക്കും. രണ്ടാമത്തെ എക്സ്പൊണൻറ്റിന് വേണ്ടിയിട്ടുള്ള 8 ബിറ്റിലും ആദ്യത്തെ ബിറ്റ് എന്തായിരിക്കും? സൈൻ ബിറ്റായിരിക്കും. എക്സ്പൊണൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് 0യും എക്സ്പൊണൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് 1ഉം ആയിരിക്കും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ? 32 ബിറ്റ്. 32 ബിറ്റിൽ ആദ്യത്തെ 24 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? മാൻഡിസയ്ക്ക് വേണ്ടിയിട്ടാ. അടുത്ത 8 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? എക്സ്പൊണൻറ്റിന് വേണ്ടിയിട്ടാ. ഇതിൽ ആദ്യത്തെ ആ 24 ബിറ്റിലും രണ്ടാമത്തെ 8 ബിറ്റിലും ആദ്യത്തെ ബിറ്റ് മാത്രം വേറൊരു കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതെന്തിനു വേണ്ടിയിട്ടാ? സൈൻ ബിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളിത് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതണം, ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് ഈ ഫിഗറും കൂടെ വരച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട്, അതായത് ഒരു നമ്പർ തന്നിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാനൊന്നും പറയില്ല. അത് ഇൻഡിജേഴ്സിൻ്റെ കേസിൽ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 8 ബിറ്റ് വേർഡ് ലെങ്തും ഇവിടെ 32 ബിറ്റും കൺസിഡർ ചെയ്തത്. കാരണം നമുക്കിവിടെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് 32 ബിറ്റ് വെച്ച് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് വരെയുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പഠിച്ചത്. ഇനി നമുക്ക് എങ്ങനെ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ.